ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കല്യാണത്തിന് പോവാണ് കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടുകാർ കണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ, അതായത് ഇന്നത്തെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഒറ്റപ്പാലത്താണ് കല്യാണം, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. ഒരു 3-4 വണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ പുറപ്പെടാൻ പോവുകയാണ്. പുറപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. വണ്ടിയിൽ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ അവരുടെയൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു. കുറച്ച് പേർക്കൊക്കെ അറിയാം ചാനലുണ്ടെന്ന്, അല്ലാതെ വേറെ കുറച്ച് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. അധികം പുറമത്തെ നമ്മുടെ പുറമെ അറിയാത്ത ആൾക്കാർ, ഇങ്ങനെ ആൾക്കാരാണ് അധികം കമൻ്റ് ഇതിൽ ഇടുന്നത് കേട്ടോ. ഇപ്പോൾ നാട്ടുകാരൊക്കെ അറിയാൻ പോകണമെന്നേ ഉള്ളൂ. ഷോപ്പിൽ വാണിയംകുളത്താണെങ്കിലും അധികമൊന്നും അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. 1300 സബ്സ്ക്രൈബും പിന്നെ 300 ചില്ലറായിട്ടുണ്ട്. പക്ഷെ അധികം കാണുന്നതും പുറമത്തെ ആൾക്കാരാണ് കേട്ടോ. ഞാനിവിടെ നിന്ന് അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടൊന്നുമില്ല ചാനലുണ്ടെന്നൊക്കെ, ഒരു മടി അങ്ങനെ, അതുകൊണ്ടാണ് കേട്ടോ ആരോടും പറയാത്തത്. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. വരുമ്പോഴേക്കും അവിടെ പഴം, പിന്നെ ഉണക്കമുന്തിരി, കൽക്കണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആരും തന്നെ വെള്ളം കുടിക്കുക, അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണല്ലോ, എല്ലാ നാട്ടിലും അങ്ങനെയാണ്. വെറൈറ്റി ആയിട്ടിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ ജാതി പറയാൻ പാടില്ല. മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവർക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ വേറെ വേറെ ചടങ്ങുകളുണ്ടാവുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജാതി പറഞ്ഞത്. അവർക്ക് വേറെ വേറെ ഒരു രീതിയിലാണ് കല്യാണമൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മുടെ ഈ ഇതിലാണ് ഇങ്ങനെ ചടങ്ങ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് സാധാ നമ്മൾ വന്നവർക്ക് വെള്ളം കൊടുക്കുക, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കണു. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കുക, അങ്ങനെ വർത്തമാനം പറയാം. കൂട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ വർത്തമാനമൊക്കെ പറയാം. അങ്ങനെ സമയം 11:30 അമ്പലത്തിൽ വെച്ചിട്ട് കേട്ടോ കെട്ട്. ആ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും, ഡ്രസ്സൊക്കെ മാറി വരണമെങ്കിൽ കേട്ടോ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അധികം ആൾക്കാരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. കാരണം അമ്പലത്തിൽ വെച്ചിട്ട് കെട്ടായ കാരണം അധികം ആൾക്കാരും അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൻ്റെ മുകളിലത്തെ ചടങ്ങുകൾ. ഇനി ഇവിടെ ചടങ്ങെന്ന് പറയാൻ നമ്മൾ തെങ്ങിൻ്റെ പൂക്കുല, പിന്നെ നെല്ലൊക്കെ എടുത്തിട്ട് പറയിൽ കുട്ടുക, വിളക്ക് കത്തിക്കുക, പിന്നെ താലം പിടിക്കാനുള്ളതൊക്കെ കുറേ ഉണ്ടാവും. 10-15 താലങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുക, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും. ചെക്കനൊക്കെ വരുമ്പോഴേക്കും ആദ്യം തന്നെ നമ്മൾ ചെക്കനെ സ്വീകരിക്കുക എന്നുള്ള ചടങ്ങാണ് ആദ്യം. കാരണം പെണ്ണിൻ്റെയാണ് കല്യാണം. പിന്നെ ശ്രീകൃഷ്ണൻ്റെ കാലിൻ്റെ ചോട്ടിൽ നിറയെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ മുസ്ലിമും ക്രിസ്ത്യനൊക്കെ ആകുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവുമെന്ന് ഞാൻ പറയണത് കേട്ടോ. അങ്ങനെ താലൊക്കെ കൊളുത്താൻ വേണ്ടിയിട്ട് ചെക്കനെ സ്വീകരിക്കാൻ പോവുകയാണ്. നല്ല നമ്മുടെ കല്യാണത്തിൻ്റെ കൊട്ടും മേളൊക്കെ ആയിട്ടാണ്. തൊട്ടടുത്ത് തന്നെ വരുന്നു. ഞാനവിടെ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ കൊട്ടും മേളൊക്കെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ അടിക്കുകയായിരുന്നു കേട്ടോ. ഈ സൗണ്ട് ഞാനിതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കല്യാണം ശരിക്കും നേരെ കൺമുന്നിൽ വെച്ചിട്ട് നല്ലതിൽ നേരെ കാണാനൊക്കെ പറ്റിയിട്ടോ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടി താലൊക്കെ പിടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പോയിട്ടോ. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കല്യാണം പോലെയാണ് ഇവിടെയും. പ്രത്യേകമായിട്ട് അങ്ങനെ ചടങ്ങൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡാൻസും കൂത്തും പാട്ടൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിട്ട് വന്നു. ഇതാണ് കല്യാണ പെണ്ണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുല്ലപ്പൂ വെച്ച പന്തലൊക്കെ കെട്ടി അതിൽ ഞങ്ങൾ പാട്ടൊക്കെ പാടി, ഞങ്ങളല്ല കേട്ടോ, പെണ്ണിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ആൾ ഡോക്ടറാണ് കേട്ടോ. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീടൊക്കെ. അങ്ങനെ മുല്ലപ്പൂ പന്തലിൽ
പെണ്ണിനൊക്കെ കൊണ്ടുപോയിട്ട് ആ സ്റ്റേജിന്മേൽ കയറ്റി. പിന്നെ സ്റ്റേജിന്മേൽ കയറ്റിയിട്ട് ചടങ്ങെന്ന് പറയാൻ പിന്നെ നമ്മൾ മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. അതേപോലെ മോതിരമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ മോതിരം മാറ്റുക. പിന്നെ മാല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക കേട്ടോ. പിന്നെ കുങ്കുമൊക്കെ പറയണത് നമ്മൾ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ കുങ്കുമൊക്കെ ഇടും. ആ ചടങ്ങുകളൊക്കെ അവിടെ കഴിയും. പിന്നെ സാരി പുടവ കൊടുക്കൽ അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആൾക്കാരൊക്കെ തിരക്കും ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അധികം വീഡിയോ എടുക്കാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായി. കാരണം എല്ലാവരും ഫ്രണ്ടിൽ വന്ന് നിൽക്കണ കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് കഴിയണ പോലെ ഞാൻ അവിടെയും ഇവിടെയല്ല, എന്നാലും ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ അങ്ങനെ കുറച്ചായിട്ട് ഞാൻ എടുത്തു. ഒരുപാട് എടുക്കുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ മാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തി. പിന്നെ അച്ഛൻ അവരുടെ കൈയൊക്കെ പിടിച്ചിട്ട് നമ്മൾ അവരെ കെട്ടിച്ച് കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കില്ലോ, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവരെ ഇതാക്കുക. അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് തന്നെയാണ്. നമ്മൾ വീടിനെ പെൺകുട്ടീനെ ഇറക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളത് ഏൽപ്പിച്ച് കൊടുക്കുക എന്നുള്ള ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഊണ് കഴിക്കാറായിട്ടുണ്ട്. ഒരുവിധം ആൾക്കാരൊക്കെ ഊണ് കഴിക്കാൻ പോവും. പിന്നെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക, പൈസ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇനി ചടങ്ങുകൾ കേട്ടോ. പിന്നെ കുടുംബക്കാരൊക്കെ ഫോട്ടോസുകൾ എടുക്കുക. അപ്പോൾ ഞാനും മോളും ഗിഫ്റ്റുകളാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ തിരക്കൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇടാറില്ല, ഷോർട്സാണ് ഞാൻ ഇടാറ്. അച്ഛന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്. 2 ദിവസം ചേച്ചിയുടെ വീട്ടിൽ നിൽക്കട്ടെ പറഞ്ഞിട്ട് അച്ഛൻ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വന്നാൽ പെട്ടെന്ന് ആടിൻ്റെ പിന്നാലെ പോവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അച്ഛന് വയ്യാണ്ടാവും. അതുകൊണ്ടാണ് അന്ന് ആംബുലൻസ് വിളിച്ചിട്ടാണ് അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയതൊക്കെ കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെ നമ്മളത് തമാശ ഇങ്ങനെ ഇട്ടുന്നേ. പക്ഷേ ഒറ്റപ്പാലത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അത് ശ്വാസം മുട്ടലുള്ള കാരണം അവർ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കാണ് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. കാരണം ആദ്യമായിട്ടല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകണ കാരണം ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല. ഫസ്റ്റൊക്കെ നല്ല പേടിയായിരുന്നു. ആംബുലൻസിലൊക്കെ ഇരുന്നിട്ട് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറവൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ ആദ്യത്തെ പോലെ നല്ല സ്മാർട്ടാവും, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നെയും കുറേ കഴിഞ്ഞ് അങ്ങനെ ഇതാവും. അച്ഛനിപ്പോൾ 81 വയസ്സാണ്. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, കുറേ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. മോളാണത്, മോനും ഉണ്ട് കേട്ടോ കൂടെ. മോനവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടിച്ചിൻ്റെ മക്കളും എല്ലാവരും ഉണ്ട്. കുട്ടികളെ കാണാറില്ല, പറയാറില്ല. ഇപ്പോൾ കുട്ടികളെ കണ്ടില്ലേ. പിന്നെ പാട്ട് പാടണം കേട്ടോ. ഒരു കുട്ടി, ഇവിടെ കുട്ടി എന്ന് പറയാൻ പറ്റില്ല, അവരിതാ പാട്ടൊക്കെ പാടണ്ടേ. അടിപൊളിയായിട്ട് പാട്ട് പാടുക എന്ന് പറഞ്ഞാലും വേണ്ടില്ല, നമുക്ക് ചെവിയിൽ കിടന്ന് അലക്കിയായിരുന്നു കേട്ടോ. അത്ര അടിപൊളി പാട്ടാണ് പാടിയത്, കേട്ടിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോട്ടെ കേട്ടോ. ഊണ് കഴിക്കാൻ പോയ സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം തിരക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്തിത്തള്ളി പോകാനുള്ള തിരക്കൊന്നുമില്ല. നമ്മളങ്ങനെയല്ലേ, വാതിലങ്ങോട്ട് തുറക്കുമ്പോഴേക്കുണ്ടല്ലോ ചെരുപ്പ്, മാല, സാരി എവിടേക്കൊക്കെ പോകാമെന്നും പറയാൻ പറ്റില്ല. അത്രയും തിരക്കുണ്ടാവും ഓരോ ഓഡിറ്റോറിയത്തിലൊക്കെ. നല്ലൊരു സമാധാനമുണ്ട്. ഇപ്രാവശ്യം മാത്രം തിരക്കുണ്ടായില്ല. അല്ലെങ്കിൽ വാതിൽ തുറന്ന വഴി തന്നെ കസേരയിലെത്തിക്കോളും. എവിടേക്ക് നടക്കേണ്ട ആവശ്യമില്ല. അത്രയും ബാക്കിൽ നിന്ന് നല്ല തള്ള കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അടിപൊളിയായിട്ട് സമാധാനത്തിൽ ഇരുന്നതാണ്. നിത്യ, ധന്യ, ഇവരൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. അതൊക്കെ ഇത് എൻ്റെ ഒപ്പം പഠിച്ച നിത്യയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം പഠിച്ചിടുന്നതാണ്. ഇവരൊക്കെ ഇപ്പോഴാണ് കുറേ കണ്ടിട്ട് ഇപ്പോഴാണ് കണ്ടത്. മോളൊക്കെ അതാ ഊണ് കഴിക്കണു.
അപ്പോൾ ഇവർ എൻ്റെ ചാനൽ ഇതേപോലെ യൂട്യൂബ് ഇങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ ചാനൽ കണ്ടത്. അപ്പോഴാണ് ഷാജിയുടെ വീഡിയോ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു കണ്ടതെന്നൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ ഒരുപാട് 10-15 തരം സദ്യവട്ടം നടന്നു കേട്ടോ. കുറേ പരിപ്പ് വട അടക്കമുണ്ടായിരുന്നു. എന്താ ഗംഭീര സദ്യ തന്നെ ആയിരുന്നു കേട്ടോ. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഊണ് കഴിക്കുമ്പോഴും കൂടി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ ഫോണൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇനി പായസം കൂട്ടിയിട്ട് കഴിക്കണതും കൂടി എനിക്ക് എടുക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഞാൻ വീഡിയോയിലും പായസം പപ്പടം കൂട്ടി കഴിക്കണ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനമില്ല പായസം ഒഴിച്ചിട്ട് എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു വേഗം എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്രയും നല്ലതിൽ പായസമൊക്കെ കുടിക്കണം നിങ്ങളെ കാണിക്കാതിരിക്കാൻ എനിക്ക് കഴിയണില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കാണിച്ചത്. ആ കൂട്ടുകാരെ നിങ്ങൾക്ക് പായസമൊക്കെ വേണമെങ്കിൽ പോരെ കേട്ടോ. ഇപ്പോൾ കുറേ കൂട്ടുകാരൊന്നും ഇപ്പോൾ കാണാനില്ല. അങ്ങനെ ആരും കമൻ്റ് ഒന്നും ചെയ്യാറില്ല. എല്ലാവർക്കും ഇപ്പോൾ എഴുതിയും എടുത്തിട്ടുണ്ടാവും ചിലർക്കൊക്കെ. അല്ലെങ്കിൽ ആ പണ്ടത്തെ ഉഷ, പിന്നെ ആരാ നമ്മുടെ ആദ്യത്തെ പ്രവീണ്, പിന്നെ ആരാ വിപിന്, പിന്നെ ഫാസിൽ റഹ്മാൻ, കുറുപ്പ്, പിന്നെ കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും മറന്നുകൊണ്ടിരിക്കുകയെന്നറിയില്ല. പക്ഷെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ചില വീഡിയോയിൽ അവർ കമൻറ്റ് ചെയ്യാറുണ്ട് പണ്ടത്തെ പഴയ വീഡിയോയിലൊക്കെ. കൂട്ടുകാരെ ഞാൻ പിന്നെ